66കാരോട് ലൈംഗികാതിക്രമം നടത്താൻ ശ്രമം. കോൺഗ്രസ് നേതാവിനെതിരെ പരാതി. ശൂരനാട് പോലീസ് സംഭവത്തിൽ കേസെടുത്തു. സ്കൂട്ടറിൽ ലിഫ്റ്റ് നൽകിയ ശേഷമായിരുന്നു ലൈംഗികാതിക്രമത്തിന് നേതാവിന്റെ ശ്രമം. കഴിഞ്ഞയാഴ്ചയായിരുന്നു സംഭവം. സമീപത്തെ വീട്ടിൽ ജോലിക്ക് പോയി തിരികെ വരികയായിരുന്ന വയോധികയെ സ്കൂട്ടറിലെത്തിയ ഇയാൾ നിർബന്ധപൂർവ്വം വാഹനത്തിൽ പിടിച്ചുകയറ്റി. തുടർന്ന് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയായിരുന്നു. വയോധിക പ്രതികരിച്ചതോടെ ഓടുന്ന വാഹനത്തിൽ നിന്ന് കൈമൂട്ടുകൊണ്ട് ഇടിച്ച് താഴെയിട്ടു. ആദ്യം കയറിയില്ല, മടിച്ചു നിന്ന്. രണ്ടാമത് വീണ്ടും എന്നെ കൈക്ക് പിടിച്ചവൻ കയറ്റി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേന് അവൻ വായി വന്നിട്ട് അഭ്യസമായ വാക്കുകൾ സംസാരിച്ചു. അപ്പോൾ എനിക്കത് കേട്ട് നിൽക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടതായി ഭാവിക്കാതെ രഘു എന്നെ ഇവിടെ ഇറക്കെന്ന് പറഞ്ഞിട്ട് അവൻ ഇറക്കിയില്ല. അവൻ്റെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവിടെ നിന്നപ്പോൾ ഞാനൊരു ചീത്ത വിളിച്ചുകൊണ്ടാണ് അവൻ എന്നെ കൈയുടെ മുട്ടുകൊണ്ട് ഇടിച്ച് തറയിലിടുന്നത്. മുഖത്തിന്റെ ഒരു ഭാഗത്ത് മർദ്ദനം മൂലം നന്നായി ക്ഷതമേറ്റു. വയോധികയെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മഠത്തിൽ രഘുവിനെതിരെയാണ് വയോധിക പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവിനെതിരെ ശൂരനാട് പോലീസിന് പരാതി ലഭിച്ചെങ്കിലും ഇയാളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്നും അത്ര സ്വീകാര്യമായ നടപടിയല്ല, ആശ്വാസ നടപടിയല്ല. അവിടെ ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ലേഡി എന്നെ പറഞ്ഞേ, അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ് SC വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പ്രത്യേകം എഴുതി ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനൊന്നും ആവശ്യമില്ല, അതിങ്ങനെ കേസില്ല, അതങ്ങനെ പോയിക്കോളൂ. പിന്നെ അയാളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോഴും കളക്ടറേറ്റ് അത് രഘു എന്ന് മാത്രം മതി. അപ്പോൾ അങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടെ നമുക്കൊരു അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മകനും രോഗബാധിതനായ ഭർത്താവും സഹോദരിയും മാത്രമാണ് വയോധികയ്ക്കുള്ളത്. വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് വയോധികയും കുടുംബവും മുന്നോട്ട് പോയിരുന്നത്. അക്രമത്തിന് ശേഷം കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനാൽ വയോധികയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.